പുതുവൈപ്പിനിൽ നാട്ടുകാരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. നാട്ടുകാർ IOC പ്ലാന്റിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായത്. അതേസമയം കൊച്ചി പുതുവൈപ്പിനിൽ IOC സമരം ചർച്ച ചെയ്യാൻ ബുധനാഴ്ച മുഖ്യമന്ത്രി യോഗം വിളിച്ചു. യോഗത്തിൽ സമരസമിതി നേതാക്കളും IOC ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. സംഘർഷത്തെ തുടർന്ന് നാളെ വൈപ്പിനിൽ പ്രാദേശിക ഹർത്താൽ പ്രഖ്യാപിച്ചു. ജൂലൈ 1 മുതൽ GST നടപ്പാക്കുന്നതിന് കേന്ദ്രം സജ്ജമല്ലെന്ന് ധനമന്ത്രി തോമസ് ഐസക്. എന്നാൽ സംസ്ഥാനത്തെ GST IT നെറ്റ്വർക്ക് പൂർണ്ണ സജ്ജമാണ്. ഈ സാഹചര്യത്തിൽ പരിമിതികൾക്കുള്ളിൽ നിന്ന് GST നടപ്പാക്കുന്നത് ഇന്നത്തെ യോഗം ചർച്ച ചെയ്യും. ലോട്ടറിയുടെ നികുതി കാര്യവും ചർച്ചയാകും. കേന്ദ്ര സർക്കാരിന്റെ GST സംവിധാനം വേണ്ടത്ര തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താണിത് ഇങ്ങനെ താമസിക്കുന്നത് അറിയത്തില്ല. ഇത്തവണത്തെ യോഗത്തിൽ അത് സംബന്ധിച്ച് തീരുമാനം എടുക്കേണ്ടി വരും. ചില നിരക്കുകൾ സംബന്ധിച്ച് തർക്കങ്ങളുണ്ട്. ആ തർക്കങ്ങളും GST കൗൺസിൽ പരിശോധിക്കും. പക്ഷേ ഏറ്റവും നിർണായകമായിട്ടുള്ളത് ജൂലൈ 1 GST തുടങ്ങുകയാണെങ്കിൽ എന്തൊക്കെ പരിമിതികളോടായിരിക്കും തുടങ്ങുക എന്നുള്ളത് തീർപ്പുണ്ടാക്കലാണ്. ഗംഗേശാനന്ദയുടെ ജനനേന്ദ്രിയം മുറിച്ച കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറും. പെൺകുട്ടി പോലീസിനെതിരെ പരാതി സമർപ്പിച്ച സാഹചര്യത്തിലാണ് നടപടി. തിരുവനന്തപുരം റേഞ്ച് IG DIGക്ക് ശുപാർശ കൈമാറി. സംസ്ഥാനത്ത് പകർച്ചപ്പനി ബാധിച്ച് ഇന്നലെ 10 പേർ മരിച്ചു. തിരുവനന്തപുരം നേമത്ത് 8 വയസ്സുകാരനും പാങ്ങോട് സൈനിക ക്യാമ്പിലെ ഒരു സൈനികനും മരിച്ചു. ശനിയാഴ്ച മാത്രം സംസ്ഥാനത്ത് 18,873 പേർ പകർച്ചപ്പനിക്ക് ചികിത്സ തേടിയെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ കണക്കുകൾ. ശനിയാഴ്ച മാത്രം 138 പേരാണ് ഡെങ്കു പനിക്ക് ചികിത്സ തേടിയത്. തിരുവനന്തപുരം ജില്ലയിൽ 70 പേർക്ക് ഇതുവരെ രോഗബാധ സ്ഥിരീകരിച്ചു. പനിയും മറ്റ് പകർച്ചവ്യാധികളും വ്യാപിക്കുന്നത് തടയാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാലിന്യ നിർമ്മാർജ്ജനത്തിന് പൊതുജന സഹകരണത്തോടെ സർക്കാർ ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടത്തിവരികയാണ്. എന്നാൽ അതിൽ പൂർണ്ണ വിജയമുണ്ടാകാൻ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യമാണ് പകർച്ചപ്പനി വ്യാപിക്കാൻ ഇടയാക്കുന്നത്. പനി വ്യാപിക്കുന്നത് തടയാനും രോഗം ബാധിച്ചവർക്ക് അടിയന്തര ചികിത്സ ലഭ്യമാക്കാനും സാധ്യമായ എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് പകർച്ചപ്പനി പടർന്നു പിടിക്കുന്നത് തടയുന്നതിൽ ആരോഗ്യവകുപ്പ് പരാജയമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. അതേസമയം നിലവിലെ സാഹചര്യത്തിൽ പകർച്ചപ്പനി തടയുന്നതിൽ ഫലപ്രദമായ ഇടപെടൽ നടത്താമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായും രമേശ് ചെന്നിത്തല പറഞ്ഞു. പനി വിഷയത്തിൽ മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. സംസ്ഥാനത്ത് പകർച്ചപ്പനി വ്യാപകമാകുന്ന പശ്ചാത്തലത്തിലും ഡെങ്കി ഉൾപ്പെടെയുള്ള പനി ബാധിച്ച നിരവധി പേർ മരണമടയുന്ന സാഹചര്യത്തിലുമാണ് സർക്കാരിന്റെ അടിയന്തര ഇടപെടലിനായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ക്ലിഫ് ഹൗസിലായിരുന്നു കൂടിക്കാഴ്ച. സംസ്ഥാനത്ത് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളിൽ വൻ വീഴ്ചയുണ്ടായി. സർക്കാർ ആശുപത്രികളിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ല, മരുന്നുമില്ല തുടങ്ങിയ കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. തുടർന്ന് വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. ഇന്ന് തന്നെ അദ്ദേഹം മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിക്കാം. 2 ദിവസത്തേക്ക് അദ്ദേഹം ഇവിടെ ഉണ്ടാവില്ല, ഹൈദരാബാദിൽ പോവുകയാണ്. അതിനു മുമ്പ് ആരോഗ്യമന്ത്രിയുമായും ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുമായും നേരിട്ട് സംസാരിക്കാം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. മെട്രോ റെയിൽ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന് പ്രതിഷേധമുണ്ട്. കുമ്മനം രാജശേഖരന്റെ മെട്രോ യാത്രയിൽ വിവാദത്തിനില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ക്ലിഫ് ഹൗസിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ജനറൽ ആശുപത്രി, മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലെത്തി പനി ബാധിതരെയും സന്ദർശിച്ചു. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വേതന വർധനവ് ആവശ്യപ്പെട്ട് തൃശൂർ ജില്ലയിലെ സ്വകാര്യ ആശുപത്രി നഴ്സുമാർ നാളെ മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക്. സർക്കാർ ആശുപത്രികളിലേതിന് തുല്യമായ ശമ്പളം നൽകാനും വിവിധ കമ്മീഷനുകൾ നിർദ്ദേശിച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനും മാനേജ്മെന്റുകൾ തയ്യാറാകാത്തതിനെ തുടർന്നാണ് സമരം. അത്യാഹിത വിഭാഗത്തിലുള്ളവർ ഒഴികെ മറ്റെല്ലാ നഴ്സുമാരും പണിമുടക്കിൽ പങ്കെടുക്കും. ഉപരോധങ്ങളെ മറികടക്കാൻ ഇന്ത്യയിൽ നിന്നും കടൽ മാർഗം ചരക്കുകൾ എത്തിക്കാനുള്ള സാധ്യത ഖത്തർ പരിശോധിക്കുന്നു. മറ്റ് ഗൾഫ് രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ രാജ്യത്തെ ജനങ്ങളെ ഒരു തരത്തിലും ബാധിക്കാതിരിക്കാനായി ദ്രുതഗതിയിലുള്ള നടപടികളാണ് ഖത്തർ ഭരണകൂടം സ്വീകരിക്കുന്നത്. ഇന്ത്യയിൽ കിഴക്ക് പടിഞ്ഞാറ് തുറമുഖങ്ങളിൽ നിന്നുള്ള ചരക്കുകളും തെക്ക് കിഴക്കനേഷ്യ, പശ്ചിമേഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള ചരക്കുകളും മുദ്ര തുറമുഖത്ത് സ്വീകരിച്ചു. ആഴ്ചയിൽ വെള്ളിയാഴ്ച ഖത്തർ ഹമദ് തുറമുഖത്ത് 710 കണ്ടെയ്നറുകളാണ് എത്തിച്ചേരുക. പ്രാദേശികമായ വിപണികളെ ഊർജിതമാക്കാനാണ് മേഖലയിലെ ശക്തമായ വ്യാപാര കേന്ദ്രമായി ഹമദ് തുറമുഖത്തെ മാറ്റാനാണ് ഒമാനിലെ സൊഹർ തുറമുഖത്തു നിന്നും കപ്പൽ നേരിട്ട് സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്കും ഹമദ് തുറമുഖത്തു നിന്നും പുതിയ സർവീസുകൾക്ക് തുടക്കമിടുമെന്നും ഹമദ് തുറമുഖം ഡയറക്ടർ ക്യാപ്റ്റൻ അബ്ദുള്ള അസീസ് അലിയാഫി അറിയിച്ചു.
ന്യൂസ് ബ്യൂറോ, ദുബായ്. പടിഞ്ഞാറൻ ലണ്ടനിലുണ്ടായ തീപിടുത്തത്തിൽ മരണം 58ആയി. മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. 70ഓളം പേരെ കാണാതായ സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ ആഴ്ചകൾ എടുക്കുമെന്നാണ് ലണ്ടൻ പോലീസ് അറിയിച്ചത്. അമിത ഫീസ് ഈടാക്കുന്നുവെന്നാരോപിച്ച് കോഴിക്കോട് ഭവൻസ് ലോ കോളേജിൽ വിദ്യാർത്ഥി സമരം ഒത്തുതീർപ്പാക്കാൻ മാനേജ്മെന്റ് പ്രതിനിധികളുമായി വിദ്യാർത്ഥികൾ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. നാടും സംസ്ഥാനവും കടന്ന് തളിപ്പറമ്പിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ കാരുണ്യഹസ്തം ഉത്തരേന്ത്യയിലേക്ക് നീളുന്നു. ഉത്തർപ്രദേശിലെ നിരാലംബരായ വീട്ടമ്മയുടെ 4 മക്കളുടെ വിദ്യാഭ്യാസത്തിനുള്ള ധനസഹായം തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലത്തിലെ 115 സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിൽ സമാഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കുടുംബത്തിന്റെ ദയനീയ സ്ഥിതി മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ തളിപ്പറമ്പ് MLA ജെയിംസ് മാത്യുവാണ് ഈ കാരുണ്യ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. ഉത്തർപ്രദേശിലെ മീററ്റ് സ്വദേശിനിയായ നിരാലംബിയായ ആരതി ശർമ്മ എന്ന വീട്ടമ്മയ്ക്ക് ഇനി ധൈര്യമായി തന്റെ 4 മക്കളെയും വിദ്യാലയങ്ങളിലേക്ക് അയക്കാം. സഹായിക്കാൻ ഇങ്ങ് കേരളത്തിൽ തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലത്തിലെ 115 സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ ഈ കുടുംബത്തിനൊപ്പമുണ്ട്. 4 മക്കളെ പഠിപ്പിക്കുന്നതിന് പണം കണ്ടെത്താൻ നിവൃത്തിയില്ലാതെ തന്റെ വൃക്ക വിൽക്കാൻ തയ്യാറാണെന്ന് ആരതി ശർമ്മ പത്രങ്ങളിൽ നൽകിയ പരസ്യം മാധ്യമങ്ങൾ വലിയ പ്രചാരണമാണ് നൽകിയത്. ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് തളിപ്പറമ്പ് MLA ജെയിംസ് മാത്യു ഈ കുടുംബത്തെ സഹായിക്കാൻ തന്റെ മണ്ഡലത്തിലെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ പ്രയോജനപ്പെടുത്താൻ തീരുമാനിച്ചത്. സഹായനിധി ശേഖരണത്തിന്റെ ഭാഗമായി തളിപ്പറമ്പ് മണ്ഡലത്തിലെ സ്കൂളുകളിൽ കാരുണ്യപ്പെട്ടികൾ സ്ഥാപിച്ചു വരികയാണ്. കുട്ടികൾ നൽകുന്ന സംഭാവനകൾ സമാഹരിച്ച് ആരതി ശർമ്മയ്ക്ക് അയച്ചു നൽകും. ഇങ്ങനെയൊരു സഹായം ലഭ്യമാക്കുന്നതിൽ ആരതി ശർമ്മയും നന്ദി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യണം എന്ന് ചിന്തിക്കാനിടയായത് കുട്ടികളുടെ മനസ്സിൽ കരുണയുണ്ടാവുക, സ്നേഹം ഉണ്ടാവുക, അവരെപ്പോലെ തന്നെ മറ്റേതൊരു സംസ്ഥാനത്തായാലും തങ്ങളുടെ സഹോദരങ്ങളാണ്, കുഞ്ഞനുജന്മാരും അനുജത്തിമാരുമാണ് എന്ന ഒരു മനസ്സ് അവർക്കുണ്ടാവാനും ഈ പ്രവൃത്തി ഉതകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ ഒരു തിരിച്ചറിവ് അവർ കൂടുതൽ നന്നായി പഠിക്കുന്നതിനും ഭാവിയിൽ ഉയർന്ന നിലകളിൽ എത്തിച്ചേരുന്നതിന് നമ്മുടെ കുട്ടികൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇത്തരമൊരു പ്രവൃത്തി കൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സഹായ സമാഹരണത്തിന്റെ മണ്ഡലംതല ഉദ്ഘാടനം കുറ്റിയേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV സുമേഷ് നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.